നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മൂത്രത്തിൽ പത കാണുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കമൻസ് ഒക്കെ യൂട്യൂബിൽ വരുന്ന കാണാം, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കും, മൂത്രത്തിൽ പതയുണ്ട് എന്താണ്, അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ നമുക്ക് മൂത്രത്തിൽ പതയെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. നമുക്കറിയാം, നമ്മളിപ്പം എല്ലാവരും മിക്കവാറും പേരും യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും സാധാരണ അത് കുറച്ച് ദൂരെ നിന്ന് താഴോട്ടേക്ക് ഡിസ്റ്റൻസ് വീഴുമ്പോഴത്തേക്കും ഒരു പത സാധാരണയായിട്ടുണ്ടാവും. പക്ഷെ ആ പത അല്ലെങ്കിൽ ഒരു കൊമ്മിളകളാണ് അത് സാധാരണ കേട്ടോ, അല്ലാതെ ഒരു പത പോലെയല്ല. പതങ്ങ് തന്നെ പോവുകയും ചെയ്യും. അതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു പത എന്ന് പറയുമ്പോൾ വളരെ തിക്കായിട്ടുള്ളൊരു ഫോമിയായിട്ട്, നമ്മളിപ്പം മുട്ടയുടെ വെള്ളയൊക്കെ എടുത്ത് ബീറ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പത വരുന്നു, അതുപോലത്തെ പതയായിരിക്കും മിക്കവാറും ഈ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള മൂത്രത്തിൽ പത കാണിക്കുന്നത്. ഒരു എഗ്ഗ് വൈറ്റ് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ പത. അതുപോലെ തന്നെ ഈ പത നന്നായിട്ട് കൂടിക്കൂടി കിടക്കുന്ന പത, ഇത് പോകുന്നില്ല, അല്ലെ കൊമുളകൾ പൊട്ടി പോകുന്നില്ല എന്നുള്ളതാണ്. എക്സസ് ആയിട്ട് പ്രോട്ടീൻ, കൂടുതലായിട്ട് പ്രോട്ടീൻ നമ്മുടെ മൂത്രത്തിലൂടെ ലീക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ മൂത്രത്തിൽ പത വരുന്നത്. മിക്കവാറും ഡീഹൈഡ്രേഷനിൽ ഇത് കാണാറുണ്ട്. അതായത് നമുക്ക് വെള്ളം തീരെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മൂത്രത്തിൽ പത കാണാറുണ്ട്, പ്രോട്ടീൻ ലീക്കേജ് വരും. അപ്പോഴത്തേക്കും നമ്മൾ ചില ആൾക്കാർക്കത് പിന്നെ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പത അങ്ങോട്ട് പോകും, സാധാരണ പോലെ മൂത്രം ആവാറുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ, നല്ല ഇൻഫെക്ഷനൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ, മൂത്രത്തിൽ മൂത്രം ചുടിയിൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൂത്രത്തിൽ പത വരും. അത് താൽക്കാലികമാണ്, അത് ആ പ്രശ്നം തീർന്നു കഴിയുമ്പോഴത്തേക്ക് പോകും. ഇനി മൂത്രത്തിൽ പത, ഈ പ്രശ്നങ്ങൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മൂത്രത്തിൽ പത അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഏർലി ഒരു വാർണിംഗ് സൈനാണ് കിഡ്നി ഡിസീസിൻ്റെത്. അല്ലെങ്കിൽ കുറേ നാള് അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാർക്കും ഇത് ഉണ്ടാവാറുണ്ട്. കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതിന് രണ്ടിനും കാരണം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പത കണ്ടു, പെർസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലം നിലനിൽക്കുന്നു ഈ പത എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും മൂത്രത്തിൻ്റെ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത്രയുള്ളൂ. പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നതാണ് ഈ പതയ്ക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. താൽക്കാലികമായിട്ട് വന്നു പോയെങ്കിൽ പേടിക്കാനില്ല. ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. മൂത്രത്തിൽ പത കാണുന്നതിന്, എക്സസ് പ്രോട്ടീൻ പോകുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള, ചെയ്ത് വിജയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.